സെന്റ് കാതറിൻ എന്താണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത്? കാതറിൻ പറയാണ്, പാപമെന്ന തുരുമ്പാണ് സ്വർഗീയ ആനന്ദത്തിന്, സ്വർഗരാജ്യ പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഈ തുരുമ്പ് അഗ്നിയാൽ എന്ന പോലെ കത്തി നശിക്കണം. അതിനുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. അതിനുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. ഇതൊരു കെട്ടുകഥയല്ല. ഇത് ഏതൊരു മനുഷ്യൻ തന്റെ ബുദ്ധിയിൽ മെനഞ്ഞെടുത്തൊരു കൽപ്പിത കഥയല്ല സഹോദരങ്ങളെ. പരിശുദ്ധ സഭ ഇത് വിശ്വസിക്കുന്നു, സഭ ഇത് പഠിപ്പിക്കുന്നു. സഭാപിതാക്കന്മാരും പരിശുദ്ധ സഭയുടെ വിശുദ്ധാത്മാക്കളും ഈ സത്യം വിശ്വസിച്ചു, അവരിത് ജീവിച്ചു. അവർക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് പ്രദാനം ചെയ്തു. വിശുദ്ധ കൊച്ചുത്രേസ്യ ആഗോള സഭയിലെ മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, കർത്താവിനെ ആശ്രയിക്കാത്ത, കണ്ടോ, കർത്താവിൽ ശരണപ്പെടാത്ത, വിശ്വസിക്കാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത ആത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ്. ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഈ ശുദ്ധീകരണ സ്ഥലം ഇല്ലെങ്കിൽ നമ്മുടെ നിത്യത നിശ്ചയമായി നരകത്തിലായിരിക്കും. കാരണം അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവിന് മാത്രമേ കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമഹത്വത്തിൽ വസിക്കാൻ കഴിയുന്നത്.